നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് തുലാം വൃശ്ചിക രാശികളിലായി വരുന്ന വിശാഖം നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുഫലമാണ്. വ്യാഴത്തിന്റെ സ്വാധീനമുള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന വർഷമാണ്. ഇന്ദ്രന്റെയും അഗ്നിയുടെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പുതിയ വെളിച്ചം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിശാഖം നക്ഷത്രത്തിന്റെ അടയാളം തോരണം അഥവാ അലങ്കരിച്ച കവാടമാണ്. ഇത് വിജയത്തിലേക്കുള്ള പ്രവേശനത്തെ സൂചിപ്പിക്കുന്നു. ഇന്ദ്രാഗ്നികൾ ദേവതകളായതിനാൽ അധികാരവും ഊർജവും ഒരേപോലെ നിങ്ങളിൽ സമ്മേളിക്കുന്നു. ഈ വർഷം നിങ്ങളുടെ ഈ ലക്ഷ്യബോധം നിങ്ങളെ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കും. വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ വിജ്ഞാനവും വിവേകവും ഈ വർഷം നിങ്ങളുടെ കരുത്തായി മാറും. തൊഴിൽ രംഗത്ത് വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം സുവർണകാലമാണ്. സ്ഥാനക്കയറ്റം. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും ഈ വർഷം അനുകൂല പദവികൾ ലഭിക്കും. കരിയർ. അധ്യാപകർ, നിയമവിദഗ്ധർ, ഉപദേശകർ എന്നീ മേഖലകളിലുള്ളവർക്ക് വലിയ അംഗീകാരവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഉന്നത പഠനത്തിനായി പ്രവേശനം ലഭിക്കാനും ഈ വർഷം സഹായിക്കും. സാമ്പത്തികമായി നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. പൈതൃക സ്വത്തുക്കൾ ലഭിക്കാനോ കുടുംബ സ്വത്ത് വിഭജനത്തിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. വിവാഹകാര്യത്തിൽ അനുകൂലമായ ആലോചനകൾ വരാൻ സാധ്യതയുള്ള വർഷമാണിത്. ആരോഗ്യകാര്യത്തിൽ കരൾ സംബന്ധമായോ ദഹന സംബന്ധമായോ ഉള്ള അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്കായി വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണു ഭജനം. വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതിനാൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വ്യാഴാഴ്ച വ്രതം. വ്യാഴാഴ്ചകളിൽ സസ്യാഹാരം മാത്രം കഴിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായിക്കും. മഞ്ഞപ്പൂക്കൾ. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാലയോ പുരുഷസൂക്ത പുഷ്പാഞ്ജലിയോ നടത്തുന്നത് ഐശ്വര്യം നൽകും. ഇന്ദ്രാഗ്നി ഭജനം. ഊർജം നിലനിർത്താൻ. വിശാഖത്തിന്റെ ദേവതകൾ ഇന്ദ്രനും അഗ്നിയുമാണ്. ഇത് ലക്ഷ്യബോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സുബ്രഹ്മണ്യ ഭജനം. അഗ്നിപുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ശത്രുദോഷം മാറാനും ഭരണപരമായ കഴിവുകൾ വർദ്ധിക്കാനും സഹായിക്കും. ദീപം തെളിക്കൽ. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വീട്ടിൽ നെയ്വിളക്ക് തെളിക്കുന്നത് അഗ്നിപ്രീതിക്കും കുടുംബത്തിലെ നെഗറ്റീവ് ഊർജം മാറാനും ഉത്തമമാണ്. പുസ്തകദാനം. അറിവിന്റെ ഗ്രഹമായ വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ അർഹരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളോ പുസ്തകങ്ങളോ വാങ്ങി നൽകുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ പുണ്യം നൽകുന്ന ഒന്നാണ്. ദക്ഷിണ നൽകുക. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുകയും അവർക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് ഭാഗ്യോദയത്തിന് കാരണമാകും. ദാനധർമ്മങ്ങൾ. മഞ്ഞ നിറം. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും മഞ്ഞ വസ്ത്രങ്ങളോ മഞ്ഞൾ, കടല തുടങ്ങിയവയോ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനിഷ്ടഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേക മന്ത്രം. ഓം ഇന്ദ്രാഗ്നിഭ്യാം നമഃ. ഈ മന്ത്രം ദിവസവും 28 തവണ ജപിക്കുന്നത് തടസ്സപ്പെട്ട കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ സഹായിക്കും. ഈ പരിഹാരങ്ങൾ പാലിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം വലിയ പുരോഗതി കൊണ്ടുവരും. അപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് 2026 എന്നത് കഠിനാധ്വാനത്തിലൂടെ വിജയത്തിന്റെ ആ സുവർണ കവാടം തുറക്കാനുള്ള വർഷമാണ്. തടസ്സങ്ങൾ കണ്ട് പിന്മാറാതെ വ്യാഴത്തിന്റെയും ഇന്ദ്രാഗ്നികളുടെയും അനുഗ്രഹത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കുന്ന നിങ്ങളുടെ വിശാഖം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാവുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വൃശ്ചികക്കൂറിലെ സ്നേഹനിധികളായ അനിഴം നക്ഷത്രക്കാരുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.